Students, today we are going to discuss about Gram-Smith orthogonalization procedure. So, let us see. Actually, this procedure needs orthonormal set of basis functions. That means usually it is represented by phi 1 of t, phi 2 of t, etc. up to phi n of t. So, this is the orthonormal basis functions. These are represented by vectors and these vectors will be orthogonal, that is 90 degree to each other. Okay. So what we are doing is, suppose we have a finite number of input signals. That means if we are transmitting a signal and we are representing it in the vector notation, and we have a different set of signals, that is S1 of t, S2 of t, etc. up to Sm of t. And actually what this Gram-Smith orthogonalization procedure is doing is that it will represent these signals as a linear combination of orthonormal basis functions. So, Gram-Smith procedure allows us to determine a finite set of n orthonormal basis functions such that each Si of t can be expressed as a linear combination of these n orthonormal basis functions, also n less than or equal to m. Okay. So, Gram-Smith procedure വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഡിഫറെൻറ്റ് വെക്ടേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സിഗ്നൽ ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് S1 of t, S2 of t, എക്സെട്രാ അപ് ടു Sm of t ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലുള്ള ഓരോ സിഗ്നലിനെയും ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുകയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനായ phi 1 of tയും phi 2 of t, എക്സെട്രാ അപ് ടു phi n of t കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഓരോ സിഗ്നലും S1 of t, S2 of t എന്ന് പറയുന്നത് അതിൻ്റെ കമ്പണൻ്റ് വെക്ടേഴ്സായ S11, S12, S1n അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഓരോ കോൺസ്റ്റൻറ്റ് വെക്ടേഴ്സും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. ലെറ്റ് us see the analysis. So, let phi 1 of t, phi 2 of t, etc. up to phi n of t be the n orthonormal basis functions to be determined. So, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓർത്തോനോമൽ ഫംഗ്ഷൻസ് എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ അതെല്ലാം ഓർത്തോനോമൽ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് 90 ഡിഗ്രി വിത്ത് ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന സിഗ്നൽ എന്താണ്, Si of t ആണ്. I എന്ന് പറയുന്നത് 1 മുതൽ m വരെ വേരി ചെയ്യാം. ഓക്കെ. I is equal to 1 to etc. up to m. Okay. So, we can represent each of this Si of t, that is Si of t may be S1 of t, S2 of t, S3 of t, etc. up to Sm of t. Okay. Each of this Si of t can be represented as the linear combination of orthonormal basis functions. So, S1 of t can be represented as S11 phi 1 of t plus S12 phi 2 of t plus etc. up to S1n phi n of t. Okay. അതായത് S1 of t നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ അതിൽ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ phi 1 of t, phi 2 of t, എക്സെട്രാ അപ് ടു phi n of t ആണ്. ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ ഓരോ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയപ്പോൾ AX പ്ലസ് BY എന്ന് എഴുതൂലേ, അതായത് ഒരു വെയ്റ്റഡ് സം ആയിട്ടാണ് എഴുതുക. അപ്പോൾ ഇതിലുള്ള വെയ്റ്റഡ് സമ്മിൻ്റെ അകത്തുള്ള റെപ്രസെൻറ്റേഷൻ S11, S12, S1n എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഓരോ S11 കണ്ടുപിടിക്കേണ്ടി വരും, നമ്മൾ S12, S1n ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതിനാണ് ഈ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ S2 of t എഴുതാം. S2 of t can be written as S21 phi 1 of t plus S22 phi 2 of t plus etc. up to S2n phi n of t. അതായത് Sij എന്നുള്ള ഫോമിലാണ്. I എന്ന് പറയുന്നത് ഇവിടെ 2 ആണ് അല്ലേ. J എന്ന് പറയുന്നത് 1 മുതൽ n വരെ വേരി ചെയ്യാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എൻ്റെ സഫിക്സ് എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് J എന്ന് പറയുന്നത് 1 to n വരെയാണ്. അതേസമയം Si of t I എന്ന് പറയുന്നത് 1 to m വരെയാണ്. n will be always less than or equal to m ആയിരിക്കും. ഓക്കെ. ആ കണ്ടീഷൻ ഓർത്ത് വെക്കണം. സിമിലർലി വി ക്യാൻ റൈറ്റ് Sm of t is equal to Sm1 phi 1 of t, Sm2 phi 2 of t, etc. to Smn phi n of t. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്ന ഇക്വേഷൻ ഇതാണ്. ഇതിൽ നമുക്ക് ഓരോ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷന് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. സോ Si of t ജനറൽ ഫോമുല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. Si of t will be written as sigma j equal to 1 to n Sij phi j of t, where t varies between 0 less than or equal to t less than or equal to capital T. And here I varies from 1 to etc. up to n. Okay. Next is
We can write also orthonormal base function property ആണ് integral 0 to t phi 1 of t into phi 2 of t dt equal to 1 or 0. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് phi 1 of t phi 2 of t ൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് പോലെയാണ് ഇത് പറയുന്നത്. അതെന്ന് പറയുന്നത് 1 ആയിരിക്കും ഈ phi equal to j and is equal to 0 if I not equal to j. ഓക്കെ, കാരണം ഐ ഈക്വൽ ടു ജെ എന്ന് പറയുമ്പോൾ ഒരേ വെക്ടർ തന്നെ ആയിരിക്കില്ലേ, ഐയും ജെ ഫൈവ് വൺ ഓഫ് ടി ഇൻറ്റു ഫൈവ് വൺ ഓഫ് ടി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ എന്നാണ് അല്ലേ. തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, എയും ബിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ തീറ്റ എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ, കോസ് 0 1 ആണ് അല്ലേ. അപ്പോൾ എ ബി എന്നായിരിക്കും പ്രൊഡക്റ്റ് വരിക. അപ്പോൾ അതിന് ഫൈവ് വൺ ഓഫ് ടി ഫൈവ് ടു ടീൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൻ്റെ ആൻസർ എന്തായിരിക്കും 1 ആയിരിക്കും. ഇനി ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടും എന്തായിരിക്കും നോർമൽ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആവും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to t phi 1 of t into phi 2 of t dt equal to 1 if I equal to j and equal to 0 if I not equal to j. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് മുതലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ പറയുന്നത്. ഇൻ ഇക്വേഷൻ 4.1 സെറ്റ് 4.1 ഇക്വേഷൻ ഏതാണ്, ഫസ്റ്റ് ഇക്വേഷൻ S1 of t equal to ഈ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് 4.1 ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ S11 ഒഴികെയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം 0 ആക്കി വെക്കണം. S1 to 0 ആണ്, S മുതൽ S1n വരെ 0 ആണ്. അപ്പോൾ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ, S1 of t equal to S11 into phi 1 of t വരുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് S1 of t equal to S11 into phi 1 of t എന്ന് മാത്രം വരും. അതായത് ഇൻ ഇക്വേഷൻ 4.1 സെറ്റ് ഓൾ കോഷ്യൻസ് എസ് ഐ ജെ ഈക്വൽ ടു 0. അതായത് ഐയും ജെയും ഡിഫറെൻ്റ് ആയിരിക്കുന്ന സമയത്തെല്ലാം ഈക്വൽ ടു 0 ആണ് എക്സെപ്റ്റ് S11. ഓക്കെ, S11 ഒഴികെ ബാക്കിയുള്ള എസ് ഐ ജെ എല്ലാം എന്തായിട്ട് 0 ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് S1 of t equal to S11 into phi 1 of t. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, phi 1 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും നമ്മൾ phi 1 of t ഇക്വേഷൻ, phi 1 of t എന്താണ് S1 of t ഡിവൈഡഡ് ബൈ S11. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, phi 1 of t കിട്ടി, ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ് S11 കണ്ടുപിടിക്കണ്ടേ അല്ലേ, അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ S11 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് phi 1 of t ഇക്വേഷൻ എന്താണ് 4.7 സ്ക്വയറിങ് ഇക്വേഷൻ 4.7 ഓൺ ബോത്ത് സൈഡ്സ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ്. അപ്പോൾ ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്താ phi 1 സ്ക്വയർ ഓഫ് ടി വരും. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ phi 1 സ്ക്വയർ ഓഫ് ടി. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ S1 of t ബൈ S11 ഹോൾ സ്ക്വയർ വരും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻ എന്തായി മാറും, ഇതുപോലെയായി മാറും അല്ലേ. ഇൻ്റഗ്രൽ phi 1 സ്ക്വയർ ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ S1 സ്ക്വയർ ഓഫ് ടി ഡിവൈഡ് ബൈ S11 സ്ക്വയർ ഡി ടി എന്ന് വരും അല്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നോക്കുക, ഈ ഇൻ്റഗ്രൽസ് phi 1 സ്ക്വയർ ഡി ടി എന്ന് പറയുന്ന ഡോട്ട് പ്രോഡക്റ്റാണ് ഒരേപോലെയുള്ള അല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്കുക. ഐ ഈക്വൽ ടു ജെ ആകുന്ന കേസിൽ ഇതിൻ്റെ വാല്യൂ എന്താണ്, ഐ ഈക്വൽ ടു ജെ എന്ന് പറയുന്നത് സഫിക്സ് ആയ 1ഉം 2ഉം ഈക്വൽ ആകുന്ന കേസിൽ ഒന്നെങ്കിൽ phi 1 മാത്രമായിട്ട് എടുക്കുക, phi 1 സ്ക്വയർ ഓഫ് ടി ആവും, അല്ലെങ്കിൽ phi 2 സ്ക്വയർ ഓഫ് ടി മാത്രമായിട്ട് മാറും. അപ്പോൾ ഐ ഈക്വൽ ടു ജെ ആകുന്ന കേസിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാട്ടെ, ഇൻ്റഗ്രൽ phi 1 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു ഡി ടി. അപ്പോൾ ഇതെന്താണ് ഐ ഈക്വൽ ടു ജെ എന്നുള്ള കേസല്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കില്ലേ അല്ലേ, ആ പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബട്ട് phi 1 ഓഫ് ടി ഈസ് നോർമലൈസ്ഡ് ടു ഇൻ്റഗ്രൽ phi 1 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു 1. ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ നമുക്കത് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും ബാക്കി, ഇൻ്റഗ്രൽ S1 സ്ക്വയർ ഓഫ് ടി ബൈ S11 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഇത് S11 എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് കോഷ്യൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കതിന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം ഈ ഇക്വേഷൻ. അപ്പോൾ S11 സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ S1 സ്ക്വയർ ഓഫ് ടി ഡി ടി വരും. അപ്പോൾ S11 എന്താവും, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ S1 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു ഡി ടി ഓൾ റൈസ് ടു 1/2. സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് വരെ ഓൾ റൈസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇത് സിമ്പിൾ മാത്തമാറ്റിക്കൽ റീഅറേഞ്ച്മെൻ്റ് ആണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ വാല്യൂ, S11ൻ്റെ വാല്യൂ കിട്ടിയില്ലേ. അപ്പോൾ S11 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി S1 സ്ക്വയർ ഓഫ് ടി ഡി ടി ഹോൾ റൈസ് ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക്, phi 1 ഓഫ് ടി കിട്ടി, നമ്മുടെ എയിം അതായിരുന്നു അല്ലേ, ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനായ phi 1 ഓഫ് ടിയും അതിൻ്റെ കോഷ്യൻ്റും കണ്ടു കിട്ടി അല്ലേ, S11 കിട്ടി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് വി ഗെറ്റ് phi 1 ആൻഡ് S11. സോ ആ സ്റ്റെപ്പ് അവിടെ സ്റ്റോപ്പായി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. നമ്മളിപ്പോൾ എടുത്ത ഇക്വേഷൻ എന്നാൽ 4.1 ആണ് അല്ലേ. ഇനി അടുത്ത നമ്മൾ phi 2 ഓഫ് ടി കാണാൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. ഇനി phi 3 ഓഫ് ടി കാണുന്നെങ്കിൽ നമ്മൾ തേർഡ് ഇക്വേഷൻ എടുക്കുക. അങ്ങനെ phi m ഓഫ് ടി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, phi n ഓഫ് ടി കാണണമെങ്കിൽ ലാസ്റ്റ് ഇക്വേഷൻ എടുക്കണം. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് സ്റ്റെപ്പ് നീണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് പോകുമ്പോൾ ഇക്വേഷൻ 2 എടുക്കുക. ആ ഇക്വേഷൻ 2ൽ എന്തായിരുന്നു ഉണ്ടായത്? You can see here S2 of t equal to S21 phi1 of t plus S22 phi2 of t plus etc. up to S2n phi n of t. ഇതാണ് ഇക്വേഷൻ 2. 4.2. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ phi2 of t കാണണമല്ലേ. അപ്പോൾ ഇയാൾ ഉണ്ടായിരിക്കണം ഇവിടം വരെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കണം, ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കണം. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അസംഷനാണ് സ്റ്റെപ്പിലുള്ള ഇൻ ഇക്വേഷൻ 4.2 സെറ്റ് ഓൾ കോഷ്യൻസ് ടു 0 എക്സെപ്റ്റ് S21 ആൻഡ് S22. അപ്പോൾ S21 ഒന്നാമത്തെ കോഷ്യൻ്റ്, രണ്ടാമത്തെ കോഷ്യൻ്റ് ഒഴികെ ബാക്കിയുള്ള കോഷ്യൻസ് എല്ലാം 0 ആക്കി വെക്കണം. അപ്പോൾ ഇതിന് പ്രൊസീജിയർ തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ഒന്നാമത്തെ കോഷ്യൻ്റ് S11 മാത്രം നോൺ 0 ആക്കി വെച്ച്, ബാക്കിയൊക്കെ 0 ആക്കി വെച്ച്. ഇനി S22 phi2 of t കാണുന്ന സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും നോൺ 0 ആക്കി വെച്ച് ബാക്കിയൊക്കെ 0 ആക്കി വെക്കും. അപ്പോൾ എന്ത് വരും? നമുക്ക് ആ ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതിലെന്ത് ഇയാളും മാത്രം നോൺ 0 ആവും, ബാക്കിയൊക്കെ എന്താവും 0 ആവും. അപ്പോൾ S21 phi1 of t S22 phi2 of t എന്നാണ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ലെറ്റ് us see. അപ്പോൾ S2 of t equal to S21 phi1 of t plus S22 phi2 of t എന്ന് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യും. ഇതിൽ പ്രത്യേകിച്ചിട്ട് എന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് ജസ്റ്റ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. നേരത്തെ എന്താ ചെയ്ത് phi1 of t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ 4.8 by phi1 of t. നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും phi1 of t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ S2 of t into phi1 of t ഒരു ഇൻ്റഗ്രലും വരും. അടുത്ത ആളെ നോക്കുക, S21 phi1 of t അയാളോടും phi1 of t മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ ഇയാളോട് S22 phi2 of t into phi1 of t അതിനുശേഷം ഇൻ്റഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇത് ഇവിടെ നോക്കുക, ഇവിടെ കാണും phi1 square of t ഉണ്ട് അല്ലേ. ഇയാളെന്താവും 1 ആവില്ല അതിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. ഇനി ഇവർ രണ്ടുപേരെയും നോക്കുക. ഈ phi2 of t phi1 of t നോട്ട് ഈക്വൽ ടു j ആണ്. അപ്പോൾ ആ കേസിൽ ഇതെന്താവും 0 ആയി പോവില്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ S2 of t into phi1 of t into dt ഈക്വൽ ടു ഇതെന്താവും ഈ ഒരു ക്വാണ്ടിറ്റി ഇൻ്റഗ്രൽ phi1 of t into phi1 of t dt എന്ന് പറഞ്ഞാൽ phi1 square of t dt എന്നാണ്. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതെന്താവും 1 ആവും. അപ്പോൾ നമുക്കുണ്ട് എന്ത് കിട്ടും? ഇത് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഈ S21 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. S21 പ്ലസ് ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. എന്തുകൊണ്ടാണ് 0 ആയി പോകുന്നത്? phi2 of t into phi1 of t dt ഇൻ്റഗ്രൽ എടുക്കുന്നുണ്ട് അല്ലേ. ഇവർ തമ്മിൽ ഉള്ള റിലേഷൻ എന്താണ്? അത് 0 ആണ് അല്ലേ. ഇൻ്റഗ്രൽ phi2 of t into phi1 of t ഈക്വൽ ടു 0 whenever I നോട്ട് ഈക്വൽ ടു j എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? ഇൻ്റഗ്രൽ S2 of t into phi1 of t into dt ഈക്വൽ ടു S21. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് S21ൻ്റെ ഇക്വേഷൻ കിട്ടിയില്ലേ. കാരണം phi1 of t നേരത്തെ കിട്ടിയതാണ്. S2 of t ഇൻപുട്ട് സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ S21 കാണാനുള്ള ഇക്വേഷനാണിത്. ഓക്കെ, S21 നമുക്ക് കിട്ടി. S21 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t S2 of t into phi1 of t into dt. ഇത് ഓർത്ത് വെക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? S21 കിട്ടി. ഇനി ഇതിൽ വേറെ എന്താ ഇക്വേഷനിൽ S22 കണ്ടുപിടിക്കണം അല്ലേ. അതുകൂടാണ്ട് phi2 of t കണ്ടുപിടിക്കണം. അപ്പോൾ S22 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ S22 എങ്ങനെയാണ് കിട്ടുക? ഇത് റീഅറേഞ്ച് ചെയ്ത് വിടുക അല്ലേ. S22 phi2 of t ഈക്വൽ ടു S2 of t മൈനസ് S21 phi1 of t. ആ 4.8 ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താണ് അല്ലേ. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് S22 ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ S22ൻ്റെ കൂടെ phi2 of t ഉണ്ടല്ലോ. അപ്പോൾ ഈ phi2 of t പോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ആലോചിക്കുക. അപ്പോൾ phi2 of t പോക്കണമെങ്കിൽ ഈ phi2 of t കൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇയാൾ 1 ആയി പോവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ 4.9 ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ്. ആക്ച്വലി സ്ക്വയറിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? phi2 of t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to t into S22 സ്ക്വയർ ഇൻറ്റു phi2 of square of t into dt ഈക്വൽ ടു ഇയാളെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? S2 of t മൈനസ് S21 phi1 of t ഹോൾ സ്ക്വയർ ഇൻറ്റു dt എന്നിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ സ്ക്വയറിംഗ് ആണ്. phi2 of t കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ല, സ്ക്വയറിംഗ് നടത്തും. സ്ക്വയറിംഗ് നടത്തിയതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ S22 സ്ക്വയർ എന്ന് പറയുന്നത് ഇയാളെ നോക്കുക. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ്? 1 ആയിരിക്കില്ലേ. ഇൻ്റഗ്രൽ 0 to t phi2 square of t into dt എന്ന് പറയുന്നത് 1 ആയിരിക്കാം. അത് പ്രോപ്പർട്ടി വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് മാത്രമായി മാറും? S22 സ്ക്വയർ മാത്രം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഇൻ്റഗ്രൽ. അപ്പോൾ S22 കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ അല്ലേ. S22 വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ 0 to t S2 of t മൈനസ് S21 phi1 of t ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിനാണ് സ്ക്വയർ റൂട്ടിന് വരെ 1/2 എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് S22 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് S21 കിട്ടി, S22 കിട്ടി. ഇനി എന്താ? phi2 of t ആണ് കാണേണ്ടത്. അപ്പോൾ phi2 of t കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? ഇതാണ് ഇക്വേഷൻ അല്ലേ. ഇതിൽ phi2 of t എങ്ങനെയാണ് കിട്ടുക? S22 into phi2 of t equal to S2 of t minus S21 into phi1 of t. നമുക്ക് S22 കിട്ടി. അപ്പോൾ phi2 of t ജസ്റ്റ് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ പോരെ.
അല്ലേ? അപ്പോൾ ഫൈവ് ടു ഓഫ് ടി ഈക്വൽ ടു എസ് ടു ഓഫ് ടി മൈനസ് എസ് ടു വൺ ഇൻറ്റു ഫൈവ് വൺ ഓഫ് ടി മൈനസ് എസ് ടു ടു. ഓക്കെ, സോറി, ഡിവൈഡഡ് ബൈ എസ് ടു ടു. സോ ഫൈവ് ടു ഓഫ് ടി കിട്ടാൻ വേണ്ടിയിട്ട് എസ് ടു ടുവിന് ഈക്വൽ ടു ഇപ്പുറം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായി മാറും. അപ്പോൾ ഫൈവ് ടു ഓഫ് ടി എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് 2 ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. ഇക്വേഷൻ എടുക്കുക, അതിനുശേഷം ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയെല്ലാം 0 ആക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ ആദ്യം S21 കണ്ടുപിടിക്കാം. S21 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷനെ 5 ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റെപ്പ് 1 ചെയ്ത പോലെ തന്നെയാണ് 5 ഓഫ് ടീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി S21 കിട്ടും. ഇനി നമ്മൾ എയിം എന്ന് പറയുന്നത് S22 5 ടു ഓഫ് ടിയും കാണാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ഇക്വേഷൻ റീഅറേഞ്ച് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം ഇതിനെ സ്ക്വയർ ചെയ്യും, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, S22 കിട്ടും. S22 കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് 5 ടു ഓഫ് ടി കാണുന്നത്. അപ്പോൾ അത്രയാണ് സ്റ്റെപ്പ് 2 ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നമുക്ക് നോക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 3 വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കുക നിങ്ങൾ. സ്റ്റെപ്പ് 3 S3 ഓഫ് ടി ഈക്വൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 4.3 ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഇക്വേഷനിൽ ആദ്യത്തെ 3 പോർഷൻസ് നോൺ സീറോ ആക്കി ബാക്കിയൊക്കെ 0 ആക്കി വെക്കുക. അപ്പോൾ എന്താവും, അപ്പോൾ ഇക്വേഷൻ എന്താവും, 4. സ്റ്റെപ്പ് 3 വരുന്നത് S3 ഓഫ് ടി ഈക്വൽ ടു S31 ഇൻറ്റു 5 ഓഫ് ടി പ്ലസ് S32 ഇൻറ്റു 5 2 ഓഫ് ടി പ്ലസ് S33 ഇൻറ്റു 5 3 ഓഫ് ടി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ 0 ആക്കി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് 2 ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ഇക്വേഷൻ 5 ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ S3 ഓഫ് ടി ഇൻറ്റു 5 ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇൻറ്റഗ്രേറ്റും ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രേറ്റിൽ S3 ഓഫ് ടി ഇൻറ്റു 5 ഓഫ് ടി ഇൻറ്റു ഡി ടി വരും. ഇനി അടുത്ത ആൾ ചെയ്യുമ്പോൾ എന്താ, S31 ഇൻറ്റു 5 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇനി അടുത്ത ആളെല്ലാം ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, വാല്യൂ 0 ആയിരിക്കില്ലേ? കാരണം എന്താ, 5 2 ഓഫ് ടി ഇൻറ്റു 5 ഓഫ് ടി എന്നുള്ളൊരു പ്രൊഡക്റ്റ് വരും. അതുപോലെ തന്നെ ഇവിടെ 5 3 ഓഫ് ടി ഇൻറ്റു 5 ഓഫ് ടി എന്നുള്ളൊരു പ്രൊഡക്റ്റ് വരും. ആ പ്രൊഡക്റ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി വെച്ചിട്ട് ആ 2 ടേമും എന്തായി പോവും, 0 ആയി പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് മാത്രമാണ്. അപ്പോൾ ഇതിനെ സൂക്ഷിച്ച് നോക്കുക. ഇതിൽ നോക്കുമ്പോൾ ഈ വാല്യൂ എന്താണ്, 1 ആണ് അല്ലേ? ഇൻറ്റഗ്രൽ 0 ടു ടി 5 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ, 1 ഇൻറ്റു S31 വരും. അപ്പോൾ S31 നമുക്ക് ഡയറക്റ്റായി കിട്ടിയില്ല. അപ്പോൾ S31 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി S3 ഓഫ് ടി ഇൻറ്റു 5 ഓഫ് ടി ഇൻറ്റു ഡി ടി. അപ്പോൾ S31 കിട്ടി നമുക്ക്. ഇനി ആരെയാണ് കിട്ടണം, നമുക്ക് S32 വേണം, പിന്നെ S33 വേണം, 5 3 ഓഫ് ടി വേണം. ഇനി അപ്പോൾ അടുത്ത് എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലെ ഇക്വേഷന് 5 2 ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഇത് സ്റ്റെപ്പ് 2 പോലെയല്ല, 5 2 ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ്. നേരത്തെ സ്റ്റെപ്പ് 2 നമ്മൾ സ്ക്വയർ ചെയ്തതിന് ശേഷം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 3 ആദ്യം 5 2 ഓഫ് ടീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ 5 2 ഓഫ് ടീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 0 ടു ടി S3 ഓഫ് ടി ഇൻറ്റു 5 2 ഓഫ് ടി ഈക്വൽ ടു ആകെ എന്ത് മാത്രം, ഇയാൾ 0 ആയിപ്പോവും അല്ലേ? ഇതും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോവും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ഇതും 0 ആയിപ്പോവും. കാരണം എന്താണ്, ഇത് 2 5യുടെ സഫിക്സ് രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? ഈ നോട്ട് ഈക്വൽ ടു ജെ എന്നുള്ള കേസിൽ വാല്യൂ ഇൻറ്റഗ്രൽ ചെയ്യുന്നതിനുള്ള വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ആകെ കിട്ടുന്ന ടേം എന്തായിരിക്കും, ഇൻറ്റഗ്രൽ S0 ടു ടി S32 ഇൻറ്റു 5 2 ഓഫ് ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇയാൾ എന്താവും, 1 ആയിരിക്കും അല്ലേ? ഈ വാല്യൂ 1 അല്ലേ? ഇൻറ്റഗ്രൽ 0 ടു ടി 5 2 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു ഡി ടി 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ 1 ഇൻറ്റു S32 എന്ന്. അപ്പോൾ S32ൻ്റെ വാല്യൂ കിട്ടിയില്ലേ? S32 ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി S3 ഓഫ് ടി ഇൻറ്റു 5 2 ഓഫ് ടി ഇൻറ്റു ഡി ടി. അപ്പോൾ S31 കിട്ടി, S32 ടി. അപ്പോൾ ആദ്യം 5 ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ S32 കിട്ടാൻ വേണ്ടിയിട്ട് 5 2 ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ സ്ക്വയർ ചെയ്തിട്ട് ചെയ്യുക. അത് നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്ത പോലെ. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ S33 5 3 കാണുന്നത് നമുക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തും, അതായത് S33 5 3 ഓഫ് ടിയും അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ പറയുക, S33 5 3 ഓഫ് ടി ഈക്വൽ ടു S3 ഓഫ് ടി മൈനസ് S31 ഇൻറ്റു 5 ഓഫ് ടി മൈനസ് S32 ഇൻറ്റു 5 2 ഓഫ് ടി. അപ്പോൾ നമുക്ക് ആദ്യം എന്താ കണ്ടത്, S33 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. നമ്മൾ നേരത്തെ സ്റ്റെപ്പ് 2 ചെയ്ത പോലെ തന്നെയാണ്. അതായത് ഒരേ ക്വസ്റ്റ്യൻസ് S33 അല്ലെങ്കിൽ S22 അല്ലെങ്കിൽ S11 ഒക്കെ വരുമ്പോൾ സ്ക്വയർ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ 0 ടു ടി S33 സ്ക്വയർ 5 3 സ്ക്വയർ ഉണ്ട് ഇവിടെ, അത് മിസ്റ്റേക്ക് വന്നാൽ 5 3 സ്ക്വയർ ഓഫ് ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇതിനാദ്യം സ്ക്വയർ ചെയ്യും അല്ലേ? അപ്പോൾ അതിന് S3 ഓഫ് ടി മൈനസ് S31 5 ഓഫ് ടി മൈനസ് S32 5 2 ഓഫ് ടി ഹോൾ സ്ക്വയർ വരും. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, അയാൾ എന്താണ് ഇതിന് സ്ക്വയർ ഇൻറ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് മാത്രമായി മാറും, S33 സ്ക്വയർ ഇൻറ്റു 1 ആയി മാറും. അപ്പോൾ S33 സ്ക്വയർ ഈക്വൽ ടു ഈ ഇൻറ്റഗ്രേഷൻ്റെ വാല്യൂ. ഇനി S33 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് S33 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വാല്യൂ എന്ന് വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ക്വയർ റൂട്ടിന് പകരം ഇവിടെ 1/2 റേസ് ടു 1/2 എന്ന് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് S33 കിട്ടി. ഇനി നമുക്ക് ആകെ ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്, 5 3 ഓഫ് ടീനെ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ? അപ്പോൾ 5 3 ഓഫ് ടി എന്നുള്ള ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടും, 5 3 ഓഫ് ടി ഈക്വൽ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ പോരെ.
ഈ മൊത്തം ഇക്വേഷൻ ഡിവൈഡഡ് ബൈ S33 ആയി മാറും. അപ്പോൾ 53 of t equal to S3 of t minus S31 51 of t minus S32 52 of t by S33. അങ്ങനെ 53 of t കിട്ടി. അപ്പോൾ നമുക്കെല്ലാം കിട്ടിയില്ലേ? S31 കിട്ടി, S32 കിട്ടി, S33 കിട്ടി, അതുപോലെ തന്നെ 53 of t. അപ്പോൾ ഈ സ്റ്റെപ്പ് 3 ഇതുപോലെ തന്നെ ഇനി 4 of t കാണാമെന്ന് വിചാരിക്കുക. അന്നേരം എന്ത് വരും? S41, S42, S43, S44 വരെയുള്ള കോഷ്യൻസ് നോൺ സീറോ ആക്കി വെക്കുക, ബാക്കിയെല്ലാം സീറോ ആക്കി വെക്കുക. പിന്നെ ഇതേ പ്രൊസീജിയർ തന്നെ തുടങ്ങുക. ആദ്യം എന്ത് ചെയ്യുക? 51 of t കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ 52 of t കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ 53 of t കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്വയർ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് പ്രൊസീജിയർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 4ൽ നമുക്ക് പറയാം, the procedure mentioned in the above steps is continued till we will find n orthonormal basis functions 51 of t, 52 of t, 5n of t and coefficients Sij. Using the n orthonormal basis functions 51 of t, 52 of t, 5n of t and the coefficients Sij, the signals S1 of t, S2 of t, etc. to Sm of t can be expressed as a linear combination of orthonormal basis functions. In general, n less than or equal to m, where n is the number of linearly independent functions in the set S1 of t, S2 of t, etc. to Sm of t of m functions. സോ ഈ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടും? Sij എന്നുള്ള കോഷ്യൻസ് കിട്ടും, പിന്നെ 51 of t, 52 of t, എക്സെട്രാ ടു 5n of t വരെ കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിഗ്നലിനെയും നമുക്കതിൻ്റെ കോമ്പണൻറ്റ് വെക്ടേഴ്സ് വെച്ചിട്ട് ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഗ്രാം-ഷ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ. ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.